നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് വമ്പന്മാരായ ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷേ 2 സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ സ്ലോവേനിയയാണ് ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത്. എന്നിരുന്നാലും ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് അവർ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്ലോവാക്യയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. എന്നാൽ ഇതിനിടെ ഇംഗ്ലണ്ട് ക്യാമ്പിൽ നിന്നും ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ സൂപ്പർ താരമായ ഫിൽ ഫോഡൻ ക്യാമ്പ് വിട്ട് നാട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. ഫാമിലി കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത് എന്നാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ ഒരു ഫാമിലി കാരണം എന്താണ് എന്നത് പിന്നീട് മാധ്യമങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് താരത്തിന്റെ 3ാമത്തെ കുട്ടിയുടെ ബർത്തിന് വേണ്ടിയാണ് ഫോഡൻ ഇപ്പോൾ തന്റെ ജന്മനാട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുള്ളത്. 24-കാരനായ താരം കുറച്ച് ദിവസം കുടുംബത്തോടൊപ്പം ചെലവഴിക്കും. അതിനുശേഷം വരുന്ന ഞായറാഴ്ച ഇംഗ്ലണ്ട് ക്യാമ്പിൽ തന്നെ മടങ്ങിയെത്തും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അന്നേ ദിവസം തന്നെയാണ് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടർ മത്സരം കളിക്കുന്നത്. ആ മത്സരത്തിൽ ഫിൽ ഫോഡൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിന് അപ്പോഴേക്കും ഒരുപാട് ട്രെയിനിങ് സെഷനുകൾ നഷ്ടമാകും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോഡന്റെ സ്ഥാനത്ത് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മറ്റേതെങ്കിലും താരമായിരിക്കും ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുക. ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മത്സരത്തിൽ ഫോഡൻ തിരിച്ചെത്തിയേക്കും. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മോശം പ്രകടനമാണ് നടത്തുന്നത്. ഒരു വലിയ താരനിര തന്നെ അവർക്കുണ്ട്. അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രകടനം ഇതുവരെ അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വരുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിലെങ്കിലും ഇംഗ്ലീഷ് ടീം ക്ലിക്കാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകർ ഇപ്പോഴുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.